ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ. ഒരു ഡെക്കാണ്. ഞാനൊരു ബ്ലാക്ക് ഷർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ഷർട്ടിൽ ഡിസൈൻ വേണ്ട ഭാഗത്ത് ഒരു വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ പിക്ചർ അവിടെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മ്യൂറൽ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കളേഴ്സാണ്. ആ ഒരു കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ഫിൽ ചെയ്തെടുക്കുന്നത്. വൈറ്റ്, ഒക്കർ യെല്ലോ, ബ്ലാക്ക്, ഇന്ത്യൻ റെഡ്, സാപ്പ് ഗ്രീനുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ അഡീഷണലായിട്ട് ബ്ലൂ വേണമെങ്കിൽ ബ്ലൂവും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കളറ് ഒക്കർ യെല്ലോയും ഇന്ത്യൻ റെഡും സാപ്പ് ഗ്രീനുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബ്ലാക്ക് കളറ് ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈന് ഞാൻ ഇന്ത്യൻ റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം യെല്ലോ കളർ വെച്ചിട്ട് ഫുൾ ഫിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. യെല്ലോ ഉള്ള കൊടുക്കുന്നേ. ഫുള്ളിൽ ഇത് യെല്ലോ ഫുൾ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ റെഡ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക ചെയ്യും. ഈ പെയിൻറ്റിങ് നമ്മൾ എവിടെ നിന്നാണ് സൗമ്യ പഠിച്ചത്? ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാലേ? അതെ. എത്ര രൂപയായിരുന്നു ഫാഷൻ ഡിസൈനിങ് കോഴ്സിന്? അന്ന് ഞാൻ പഠിച്ചപ്പോൾ 36,000 രൂപ അല്ലേ? ഫീസ് മാത്രം. സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കും. പക്ഷേ എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ഇത് പഠിച്ച് 35 ദിവസത്തെ ക്ലാസ് പെയിൻറ്റിങ്. നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുക ചെയ്തത്. വണ്ടിക്കൂലി ഇങ്ങോട്ട് കിട്ടി, ഒരു സാരി കിട്ടി ലാസ്റ്റ്. എന്നിട്ട് പരീക്ഷ എക്സാം ഉണ്ടായിരുന്നു. അതിൽ 50ൽ 49 മാർക്ക് കിട്ടി. എനിക്ക് ഫസ്റ്റ് കിട്ടി. കുടുംബശ്രീക്കാരുടെ പെയിൻറ്റിങ്ങിൽ ഒറ്റ പൈസ മുടക്കേണ്ടി വന്നില്ല. പെയിൻറ്റിങ്, പ്രിൻറ്റിങ്, പിന്നെ ഗ്ലാസ് പെയിൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അത് കുടുംബശ്രീൻ്റെ അമ്മമാർക്കുള്ളതല്ലേ. പിന്നെ നിങ്ങൾ ഇത് അല്ലാതെ നമ്മൾ പോയി പഠിക്കുന്ന പോലെ അല്ലല്ലോ. കുടുംബശ്രീ എന്ന് പറയുമ്പം അതിൻ്റെതേ മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ട് ഇനി കാണാം അല്ലേ. ഓക്കെ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ ഡിസൈൻ യെല്ലോ വെച്ച് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി റെഡ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയേ. അതിൽ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഡിസൈൻസ് വരുമ്പം കോണ്ടാക്റ്റ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.